ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് റമദാൻ ഡേ 1 ആണ്. രാവിലെ തന്നെ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. കാരണം മാമിക്ക് രാത്രിക്ക് പണി കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങും. പിന്നെ എനിക്ക് സാധനങ്ങളൊന്നും കിട്ടില്ല. അതുപോലെ അവർക്ക് ഉച്ചക്കേക്ക് പണിക്ക് കയറിയാൻ വേണം. അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ പോയി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനി നമുക്ക് വൈകുന്നേരം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെറിയ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് ഇറച്ചിപ്പത്തിലും പിന്നെ പഴംപൊരിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എയ്സൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എയ്സൂന് കൊടുക്കണം പഴം പുഴുങ്ങിയത്. പിന്നെ ബാക്കിയുള്ള പണിയുണ്ട്. മീനും മുറിച്ച് വെച്ചിട്ടുണ്ട്. വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി എത്ര സമയമേ ഉള്ളൂ. അപ്പോൾ എയ്സൂന് പിള്ളേരെ കൈ കൊടുത്തിട്ടാണുള്ളത്. ഓള് ഒച്ചപ്പാടാക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം എടുക്കണം. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഓരോന്നായിട്ട് വേഗം ചെയ്യട്ടെ. എല്ലാം കൂടി എനിക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് പരമാവധി കഴിയുന്നത് പോലെ ഞാൻ അതിനകത്ത് ചെയ്ത് വെക്കാം ഇൻഷാ അല്ലാഹ്. നേരെ പോയി ഞാൻ ഉള്ളിയൊക്കെ എടുത്തിട്ട് വന്നു. ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നതാണ് കെട്ട്. അതുപോലെ തന്നെ ഉണ്ട്, പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോർ റൂമിനകത്തേക്ക് ഞാനൊന്നും തട്ടിയിട്ടൊന്നും വെച്ചില്ല. ഇനി വെക്കണം. കുരങ്ങ് കയറുന്നതുകൊണ്ട് എനിക്ക് അവിടെ കൊണ്ടിടാൻ ഭയങ്കര മടിയാണ്. ഞാൻ പിന്നെ ഉള്ളിൽ എവിടെയെങ്കിലും വെക്ക് ചെയ്യുക, കുരങ്ങ് കയറാതെ അവിടെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ വെച്ച് എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇറച്ചിപ്പത്തലിനുള്ള മൈദ അവിടെ കുഴച്ച് വെക്കാം. അപ്പോൾ കുഴച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു പരുവത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ കുഴച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കാനുള്ളതായിരുന്നു. എനിക്ക് കുറച്ച് ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതൊന്നും ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചധികം അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി പാത്രത്തിലേക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്, പക്ഷേ എനിക്ക് നേരം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കട്ടെ. ഇനി വേഗം മസാല ആക്കണം. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി മാറ്റി വെച്ച് എന്നിട്ട് ഞാൻ നേരെ പോയി മീൻ കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ മുറിച്ചിട്ട് മുളകിട്ടട വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിയട ആയാൽ അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കണ്ടല്ലോ, പിന്നെ ഒറോട്ടി ഇട്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി ഞാൻ അതിനോടൊക്കെ അരച്ചട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയല മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി അട വെച്ച് ഇപ്പുറത്ത് ഞാൻ ഇറച്ചിപ്പത്തലിൻ്റെ മസാലയാക്കുന്നുണ്ടായിരുന്നു. എയ്സൂന് പഴം പുഴുങ്ങിയത് വെച്ച് കൊടുത്തിട്ട് ഓളാടെ ആക്കിയിട്ടുണ്ട്. ഏത് സമയം ഓള് കരയുന്നത് വരെ ഇതിനകത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുത്താന്നാണ് വിചാരിക്കുന്നത്. എയ്സൂട്ടി അപ്പം നിന്നുണ്ട. അതിനിടയ്ക്ക് ഞാനിവിടെ മസാലയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അവിടെ ആക്കി വെച്ചാൽ ഞങ്ങൾക്ക് സമാധാനം. മാമിക്കാർക്ക് ഫുഡ് കൊടുത്തു വിടണം. അവർക്ക് പണി കഴിഞ്ഞിട്ട് നേരത്തിന് വരാൻ പറ്റൂല. അപ്പോൾ അതിന് മുമ്പേ അടിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ കുറച്ചും കൂടി തണുത്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. മുന്തിരിയൊക്കെ ഞാൻ തലേ ദിവസം പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വേഗം എടുത്ത് ജ്യൂസാക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് ഇറച്ചിപ്പത്തലിൻ്റെ മൈദ പരത്തിക്കൊണ്ടൊക്കെ ചെയ്തത്. അത് ഒറ്റയ്ക്കാവൂല. ഒറ്റയ്ക്കാകുമ്പോൾ കുറച്ച് പണിയാണ്. രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം കഴിയും കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പരത്തലും അതിന് കട്ടയിലൊക്കെ ഇച്ചിരി പണിയാണ്. രണ്ടാളുണ്ടെങ്കിൽ വേഗം കഴിയും. അങ്ങനെ അതിന് കട്ട് ചെയ്ത് വെച്ച് അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് പഴവും പൊരിക്കുന്നുണ്ടായിരുന്നു. പഴം പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം വേഗം പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മാമിക്കൊക്കെ ഫുഡ് കൊടുക്കേണ്ട സമയമായതുകൊണ്ട് ഞാൻ എന്താക്കി അവർക്കുള്ളത് വേഗം എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജ്യൂസും എടുത്ത് വെച്ച് മോൻ്റെ കയ്യിൽ കൊടുത്തുകൂടെ ചെയ്തത്. ഓനും നോമ്പുണ്ട്, രണ്ടാൾക്കും നോമ്പുണ്ട് കേട്ടോ. മറ്റോൻ പള്ളിയിൽ പോയി, അതുകൊണ്ടാണ് മറ്റോനെ കാണാത്തത്. പിന്നെ ഞാൻ വേഗം വന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ച് ഞാനും റംസാനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൂസ് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മാമിക്കായാണെങ്കിൽ പണിയെടുക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. കുറേയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനും റംസാനും കൂടി ബാങ്കെല്ലാം കൊടുത്തപ്പോൾ അടിയിൽ നോമ്പെല്ലാം തുറന്ന് എയ്സു എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. എയ്സു ഭയങ്കര കരച്ചിലായിരുന്നു. അതിനിടയ്ക്ക് ഓളെ കൊഞ്ചിച്ചിട്ടൊക്കെ ഇരുത്തണം, ഇല്ലെങ്കിൽ എന്നെ സമ്മതിക്കൂല നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. തണുത്ത വെള്ളമൊക്കെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഓൾ എന്നെ വിടുന്നില്ല. അത് കുടിക്കാണ്ട് ഒക്കെ ഒരു സമാധാനം ഇല്ല. അവസാനം കുറച്ച് കൊടുത്തപ്പോഴത്തേക്കൊക്കെ സമാധാനമായി. ഭയങ്കര കരച്ചിലായിരുന്നു. വിയർത്ത് കുളിച്ച് ഒരുമാതിരിയായി. അതാണ് ഞാൻ മേലിങ്ങനെ ഇതാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുറക്ക് ഉണ്ടായിരുന്നത്. ഇനിയും കുറച്ച് പണിയും കൂടി ഉണ്ട്. നാസ്തിയൊന്നും ആയിട്ടില്ല. ഒറോട്ടയ്ക്കുള്ളത് ഞാനവിടെ അരച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ചൂടണം. വീഡിയോയും പണിയും എല്ലാം കൂടി ഒറ്റക്ക് ചെയ്യാൻ പോയിട്ട് സമയത്തിന് ആകുന്നില്ല. ഒച്ചയാക്കല്ല നമ്മളെ ഒച്ചയാക്ക. അപ്പോൾ ഇനി നാളെ മുതൽ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയിട്ട് എല്ലാം കൂടി ശരിയാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.